ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് നോക്കുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ എന്താണ്? ഫോർത്ത് മൊഡ്യൂളിൽ അഡ്വാൻസ്ഡ് ഫീച്ചർ ഓഫ് ജാവയാണ്. ജാവയിൽ നമ്മളിപ്പോൾ പഠിച്ച ബേസിക് കോൺസെപ്റ്റ് കഴിഞ്ഞ് ജാവയിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കമ്പയർ ടു അതർ ലാംഗ്വേജസ് ജാവയിലുള്ള അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ കാര്യമാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ നോക്കുന്നത് ജാവ ലൈബ്രറിയും അതിൻ്റെ കളക്ഷൻ ഫ്രെയിം വർക്കുമാണ്. അപ്പോൾ ഇത് ഇച്ചിരി വാസ്റ്റ് മൊഡ്യൂളാണ്. കമ്പയർ ടു തേർഡ് മൊഡ്യൂൾ ഇത് ഇച്ചിരി വാസ്റ്റ് മൊഡ്യൂളാണ്. അപ്പം എല്ലാം പക്ക തിയറിയും അതിൻ്റെ പ്രോഗ്രാംസും ആണ്. എന്തെഴുതിയാലും അതിൻ്റെ പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം പഠിക്കാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചറിനെ പറ്റി പറയാം. ആദ്യത്തെ ജാവയിലുള്ള ഫീച്ചറാണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇപ്പം ABCD എന്ന് പറയുന്ന അല്ലെങ്കിൽ LEKSHMI, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സാണ്. ഈ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനെ എല്ലാം കമ്പൈൻ ചെയ്ത് വെക്കുമ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒറ്റ വേർഡ് കിട്ടും. ആ ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടർ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ട്രിങ്ങിന് എന്താണ്? അറേ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കാണാം ക്യാർ അറേയുടെ സിമ്പിളാണ് 2 സ്ക്വയർ ബ്രാക്കറ്റ്, പിന്നെ വേരിയബിൾ, സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ CH ഈക്വൽ ടു ഹായ് ജാവ. അതിനകത്ത് ഓരോന്നും ഓരോ സിംഗിൾ കോഡ്സിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം വിത്ത് കേളി ബ്രേസസ്. എന്നിട്ട് എന്ത് ചെയ്യും? സ്ട്രിങ് S ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ്, നമ്മളിവിടെ സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാണ്. സ്ട്രിങ് S ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് CH എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹായ് ജാവ എന്നുള്ളതായിരിക്കും ഒരൊറ്റ വേർഡായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും. കണ്ടോ? സ്ട്രിങ് S ഈക്വൽ ടു ഹായ് ജാവ എന്നാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. കാര്യം ഇവിടെ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ന്യൂ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്തിനാ? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? മെമ്മറിയിൽ ആ ഒരു സ്ട്രിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ആവും. ആ സ്പേസിൽ എന്ത് സ്റ്റോർ ആവും? ഹായ് ജാവ എന്നുള്ളത് സ്റ്റോർ ആവും. അത് ഏത് വേരിയബിളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? S എന്ന് പറയുന്ന വേരിയബിളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എന്താ? സ്ട്രിങ്ങിനകത്ത് ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്നാണ്. സ്ട്രിങ്ങിനകത്ത് മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസാണ് സ്ട്രിങ് കമ്പാരിസൺ, സ്ട്രിങ് കോൺകാറ്റിനേഷൻ. കണ്ടോ? 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാം, കോൺകാറ്റ് ചെയ്യാം, അത് ഈക്വൽ ആണോ നോക്കാം, സ്പ്ലിറ്റ് ആക്കാം, അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം, റീപ്ലേസ് ചെയ്യാം, കമ്പയർ ടു, ഇൻറ്റേൺ ആൻഡ് സബ്സ്ട്രിങ് എക്സെട്ര. ഇത്രയും ഓപ്പറേഷൻസ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് എ സ്ട്രിങ് ഒബ്ജക്റ്റ്. ഒരു സ്ട്രിങ്ങിന് എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് കീവേഡ് വെച്ചിട്ടാണ്? ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രിങ്ങിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ബൈ സ്ട്രിങ് ലിറ്ററലും ബൈ ന്യൂ കീവേഡും. ന്യൂ കീവേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. സ്ട്രിങ് S ഈക്വൽ ടു ന്യൂ ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ്ങിന് ന്യൂ കീവേഡ് വെച്ച് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റാണ് സ്ട്രിങ് ലിറ്ററൽ. സ്ട്രിങ് ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രിങ് ആണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രിങ്ങിനെ നമ്മൾ ഡബിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രിങ് ലിറ്ററൽ എന്ന് പറയുന്നത്, സ്ട്രിങ്ങിൻ്റെ ലിറ്ററൽ. അപ്പം സ്ട്രിങ് S ഈക്വൽ ടു വെൽക്കം എന്ന് പറഞ്ഞാൽ എന്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം? ഡബിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് സ്ട്രിങ് ലിറ്ററൽ. നമുക്ക് സ്ട്രിങ്ങിന് ഡബിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്? സ്ട്രിങ് ലിറ്ററൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ ഈ സ്ട്രിങ് ലിറ്ററലിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു സ്ട്രിങ് ലിറ്ററൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാവയിൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്ട്രിങ് ലിറ്ററലും ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ പോയി സേവ് ആവും. നമുക്ക് സ്ട്രിങ്ങിനെ എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളുണ്ട്. ഈ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ലിറ്ററലും, ഇപ്പോൾ വെൽക്കം എന്ന് പറയുന്നൊരു സ്ട്രിങ് ലിറ്ററൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ വെൽക്കം എവിടെ പോയി സേവ് ആവും? സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ പോയി സേവ് ആവും. ഇനിയും അതിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ആദ്യം JVM പോയി ചെക്ക് ചെയ്യും ഈ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ അങ്ങനെ ഒരു ലിറ്ററൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ ഇനിയും ഒരു ഒബ്ജക്റ്റിനെ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓൾറെഡി സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിലുള്ള വെൽക്കമിനെ എടുത്തായിരിക്കും എക്സിക്യൂഷൻ, അതിൻ്റെ അഡ്രസ്സിനെ എടുത്തായിരിക്കും എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മളിപ്പം സ്ട്രിങ് S ഈക്വൽ ടു വെൽക്കം എന്ന് പറഞ്ഞൊരു ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ സ്ട്രിങ് S2 ഈക്വൽ ടു വെൽക്കം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്താൽ അതിന് വേണ്ടിയിട്ടൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ആദ്യം JVM ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് JVM എന്തിൽ പോയി നോക്കും? സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ പോയി വെൽക്കം ഓൾറെഡി അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കും. വെൽക്കം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യത്തില്ല. അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെൽക്കമിനെ എവിടെ കൊണ്ടിടും? സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ കൊണ്ടുപോയി പ്ലേസ് ആക്കും. ക്ലിയർ ആയോ? അതുകൊണ്ട് നോക്ക് ഇതിനകത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രിങ് S1 ഈക്വൽ ടു
വെൽക്കം സ്ട്രിങ് S2 ഈക്വൽ ടു വെൽക്കം. അപ്പോൾ സ്ട്രിങ് S1 ഈക്വൽ ടു വെൽക്കം കോൾ ചെയ്യുമ്പോൾ തന്നെ ആ വെൽക്കം എന്ന് പറയുന്നതിനെ എവിടെ കൊണ്ട് സേവ് ചെയ്യും? സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. ഇപ്പോൾ സ്ട്രിങ് S2 ഈക്വൽ ടു വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് ക്രിയേറ്റ് എ ന്യൂ ഇൻസ്റ്റൻറ്റ്, പുതിയൊരു ഇൻസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഈ വെൽക്കം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ട്? സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ പോയി അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എടുത്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറി സ്പേസിന് എന്താണ് സേവ് ചെയ്യാനായിട്ട് പറ്റും. നോക്ക്, വൈ ജാവ യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രിങ്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി എഫിഷ്യൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തതിന് വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറിയുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ട് S1 ഉം S2 വെൽക്കത്തിനെ ക്രിയേറ്റ് ചെയ്താൽ രണ്ട് പേർക്കും വേണ്ടിയിട്ട് ഒരു വെൽക്കം ആയിരിക്കും മെമ്മറിയിൽ സേവ് ചെയ്യുന്നത്. അപ്പോൾ S1 കോൾ ചെയ്താലും S2 കോൾ ചെയ്താലും എന്താണ് ആ മെമ്മറിയിൽ നിന്ന് ആ വെൽക്കത്തിനെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടായിരിക്കും എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അതാണ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ്. ദെൻ അടുത്തതാണ് എന്താണ് ബൈ യൂസിങ് ന്യൂ കീവേഡ്. ന്യൂ കീവേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എന്താണ് സ്ട്രിങ് S ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് വെൽക്കം. ന്യൂ സ്ട്രിങ് ഓഫ് വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും? വെൽക്കം എന്ന് പറയുന്നത് ആ S എന്ന് പറയുന്ന വേരിയബിളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ രണ്ട് റെഫറൻസ് വേരിയബിൾ നമ്മൾ ഇവിടെ ഒരു റെഫറൻസ് വേരിയബിൾ ഏതാണ്? S എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? രണ്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2 ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് റെഫറൻസ് വേരിയബിൾ. വെൽക്കം എന്ന് പറയുന്നതിന് എന്താണ് പ്ലേസ്ഡ് ഇൻ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിലും നമ്മൾ പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് നോർമലി ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ എന്താണ് പ്ലേസ് ചെയ്യുകയും ചെയ്യും. കാര്യം ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡബിൾ കോട്ട്സിലായതുകൊണ്ട് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ എന്താണ് അതിനെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. പ്ലസ് അതിൻ്റെ കൂടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റിനെ ഇതിന് ക്രിയേറ്റ് ചെയ്യും. ന്യൂ എന്ന് പറയുന്നതിനുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലിറ്ററലിന് വേണ്ടിയിട്ട് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ വെക്കാനായിട്ടും ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റിനും പക്ഷേ നമ്മൾ റെഫർ ചെയ്യുന്ന വേരിയബിൾ എന്താണ്? S എന്ന് പറയുന്ന വേരിയബിൾ വെച്ചാണ് നമ്മൾ ഇതിനകത്ത് റെഫർ ചെയ്യുന്നത്. ദ വേരിയബിൾ S വിൽ ബി റെഫർ ടു ദ ഒബ്ജക്റ്റ് ഇൻ ദ ഹീപ്പ്. അതായത് നമ്മൾ മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഹീപ്പായിട്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഡേറ്റ സ്ട്രക്ചറിൽ പഠിച്ചു കാണും. അറേ, ഹീപ്പ്, സ്റ്റാക്ക്, അങ്ങനെ കുറേ എന്താണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ ഹീപ്പ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ ഫോർമാറ്റിലായിരിക്കും എന്താണ് മെമ്മറിയിൽ ഇത് ഈ വേരിയബിൾ സ്റ്റോർ ആവുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ന്യൂ കീവേഡ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ്, അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ സ്ട്രിങ് S ഈക്വൽ ടു പബ്ലിക് ക്ലാസ് സ്ട്രിങ് എക്സാമ്പിളാണ്. എന്താ ഇവിടെ നമ്മൾ S1 വേണ്ടിയിട്ടൊരു എന്താ ക്രിയേറ്റഡ് സ്ട്രിങ് ബൈ ജാവ സ്ട്രിങ് ലിറ്ററിൽ S1 ഈക്വൽ ടു ജാവ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞ് എന്താണ് ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ S2 ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് ക്യാരക്ടർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നതായിരിക്കും ഇവിടെ നമുക്ക് ഗെറ്റ് ചെയ്യുന്നത്. കാര്യം ഇവിടെ ഇരിക്കുന്ന അറേ ആയിട്ട് ഇത് എന്താണ് കൺവേർട്ട് ചെയ്തിട്ട് ഒരു അറേ ഒരു സിംഗിൾ സ്ട്രിങ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ സ്ട്രിങ് S ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? S1 ജാവ എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ന്യൂ കീവേഡ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ദെൻ സിസ്റ്റം ഡോട്ട് ഓർഡർ S1 കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിൻ്റ് ആവുന്നത്? ജാവ എന്ന് പറയുന്നതായിരിക്കും പ്രിൻ്റ് ആവുന്നത്. കാര്യം ഇതിനകത്തിരിക്കുന്ന സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതായിരിക്കും പ്രിൻ്റ് ആവുന്നത്. S2 കോൾ ചെയ്ത് എന്താണ് ക്യാരക്ടറിനകത്ത് എന്തായിരിക്കുന്നത്? സ്ട്രിങ്സ് എന്ന് പറയുന്ന ഇതായിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ദെൻ S3 കോൾ ചെയ്ത് എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? എക്സാമ്പിൾ എന്ന് പറയുന്ന ഈ മൂന്നാമത്തതായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് സ്ട്രിങ്ങും സ്ട്രിങ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ സ്ട്രിങ് ലിറ്ററിലും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ആണ് സ്ട്രിങ് കൺസ്ട്രക്റ്റേഴ്സ്. സ്ട്രിങ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡർ. സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ട്രിങ്ങിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടറാണ് സ്ട്രിങ് ഫംഗ്ഷൻ. സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ് എന്താണ് കോഡ്സ്. സ്ട്രിങ് അതിൻ്റെ ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു സ്ട്രിങ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അതെന്താ അതിനകത്ത് കണ്ടൻറ് ഒന്നുമില്ല, ഒരു എംപ്റ്റി സ്ട്രിങ് ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്തായിട്ട് വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് എന്ന് പറയുന്നതിനെ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മെമ്മറി സ്പേസ് നമ്മൾ സേവ് ചെയ്തിട്ടു എന്ന്. പക്ഷേ ആ മെമ്മറിയിൽ വല്ലതും ഉണ്ടോ? ഇല്ല. എംപ്റ്റി മെമ്മറി ആയിരിക്കും നമ്മൾ റിസർവ് ചെയ്ത് ഇടുന്നത്. ഇറ്റ് ക്രിയേറ്റ് എ സ്ട്രിങ് ഒബ്ജക്റ്റ് ഇൻ ദ ഹീപ്പ് ഏരിയ വിത്ത് നോ വാല്യൂ. കണ്ടോ? ടു ക്രിയേറ്റ് എ സ്ട്രിങ് ഒബ്ജക്റ്റ്. സ്ട്രിങ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസ് അല്ലെങ്കിൽ മെമ്മറി ഏതാ? ഹീപ്പാണ് മെമ്മറി. അപ്പോൾ ഹീപ്പ് എന്ന് പറയുന്ന ഒരു ഹീപ്പിനകത്തൊരു ഏരിയ നമ്മൾ റിസർവ് ചെയ്തിട്ട്
കൊടുത്ത്, പക്ഷേ അതിനകത്ത് വാല്യൂസ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ഫംഗ്ഷനാണ് സ്ട്രിങ് ഓഫ് സ്ട്രിങ് എസ് ടി ആർ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനകത്ത് നമുക്കൊരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് വിൽ ബി ക്രിയേറ്റ് സ്ട്രിങ് ഒബ്ജക്റ്റ് ഇൻ ദ ഹീപ്പ് ഏരിയ ആൻഡ് സ്റ്റോർ ദ ഗിവൺ വാല്യൂ ഇൻ ഇറ്റ്. നേരത്തേതിൽ നമുക്ക് വാല്യൂസിനൊന്നുമില്ല, വെറുതെ ഒരു ഹീപ്പ് ഏരിയ റിസർവ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെന്താ ഒരു ഹീപ്പ് ഏരിയ റിസർവ് ചെയ്യുകയും ചെയ്യും, അതിനോടൊപ്പം ആ ഹീപ്പ് ഏരിയയിൽ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂവിനെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയോ? സ്ട്രിങ് എസ് ടി ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് ഹലോ ജാവ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് ഹീപ്പ് ഏരിയയിൽ ആ ഹീപ്പ് ഏരിയയിലോട്ട് എന്ത് സ്റ്റോർ ചെയ്തു? ഹലോ ജാവ എന്ന് പറയുന്നതിന് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്തു. നെക്സ്റ്റ് എന്താണ്? സ്ട്രിങ് ക്യാരക്ടർ അറേ, അതായത് ഒരു സെറ്റ് ഓഫ് അറേ എലമെൻസിനെ നമ്മൾ ആദ്യം റീഡ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് ആ അറേ എലമെൻറ്റിനെ ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റിയിട്ട് ആ സ്ട്രിങ്ങിനെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നോക്ക്, ഇവിടെ ക്യാരക്ടർ CHR ക്യാർ ഈക്വൽ ടു ABCD. ഇപ്പോൾ ABCDനെ ഒരു സിംഗിൾ വേർഡായിട്ട് റീഡ് ചെയ്തു, അതിനുശേഷം ആ വേരിയബിളിനെ എന്തിലോട്ട് സ്റ്റോർ ചെയ്തു? S3 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ എന്താ, ഇവിടെ ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? CHAR ക്യാർസിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി ഏരിയ. ക്യാർസ് എന്താ ഇവിടെ ഓൾറെഡി അറേ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറേയിലെ എലമെൻറ്റിനെ എല്ലാം കമ്പൈൻ ചെയ്ത് ABCD എന്നും പറയുന്ന ഒറ്റ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്ത് ആ സ്ട്രിങ്ങിനെ മെമ്മറി സ്പേസിലോട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ക്ലിയർ ആയോ? അടുത്ത് അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. നോക്ക്, ക്യാർസ് ഈക്വൽ ടു സയൻസ് എന്നിട്ട് എന്താണ്? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. സ്ട്രിങ് എസ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് ക്യാർസ്. അപ്പോൾ ഈ ക്യാറിലുള്ള എന്താ? ഈ അറേയിലെയാണ്. അറേനെ റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇൻഡെക്സ് 0, 1, 2, 3, 4, 5, 6. അപ്പോൾ 6 ഇൻഡെക്സിങ് ഉള്ള ഒരു അറേനെ ക്രിയേറ്റ് ചെയ്ത് അറേയിലുള്ള 6 ഇൻഡെക്സിലെ എലമെൻസിനെ ഒരുമിച്ചെടുത്ത് വെക്കും. അപ്പോൾ എന്താ? സയൻസ് എന്ന് പറയുന്ന ഒറ്റ വേർഡ് കിട്ടും. അതെവിടെയാണ് സ്റ്റോർ ആവുന്നത്? എസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം system.out.println എസ്സിനെ കോൾ ചെയ്താൽ ഔട്ട്പുട്ടിൽ എന്ത് വരും? സയൻസ് എന്നുള്ളതായിരിക്കും. ക്ലിയർ ആയോ? പ്രോഗ്രാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ക്യാരറിന് വേണ്ടിയിട്ട് നമ്മളെന്താ സയൻസിനെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് സയൻസിലുള്ള അറേനെ ഒരു സിംഗിൾ അറേ ആക്കി വെച്ചു, എന്നിട്ട് അറേനെ എന്ത് ചെയ്തു? എസ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ എന്താ? ഹീപ്പ് ഏരിയയിൽ ആ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഹീപ്പ് ഏരിയ റിസർവ് ചെയ്തു. അതിനുശേഷം ആ ഹീപ്പ് ഏരിയയിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? സയൻസ് എന്ന് പറയുന്ന വേർഡായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എസ് കോൾ ചെയ്താൽ എന്ത് പ്രിൻ്റായി വരും? സയൻസ് എന്നുള്ളത് പ്രിൻ്റായി വരും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് സ്ട്രിങ് ക്യാരക്ടർ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സും അതിൻ്റെ കൗണ്ടും. നമ്മൾ നേരത്തെ സ്ട്രിങ്ങിൻ്റെ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ എന്ത് പറയാൻ പറ്റും? സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും കൗണ്ടും കൂടി നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്ക്, ഇവിടെ നമ്മൾ ആദ്യം വിൻഡോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അറേ എലമെൻറ്റിനെ നമ്മൾ റീഡ് ചെയ്ത് വെച്ചു, എന്നിട്ട് ആ അറേ എലമെൻറ്റിനെ എന്തിലോട്ട് വിളിക്കുകയാണ്? നോക്ക്, ഇതിനകത്തുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ക്യാറും വിളിക്കണം, സ്റ്റാർട്ടിങ് ഇൻഡെക്സും വേണം, കൗണ്ടും വേണം. നോക്ക്, അതാണ് ക്യാറിനെയും വിളിച്ചു, സ്റ്റാർട്ടിങ് ഇൻഡെക്സും വെച്ചു, കൗണ്ടും വെച്ചു. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഏത് ലെറ്റർ തൊട്ട് റീഡ് ചെയ്യണം? ഇത് 0. അപ്പം ഇൻഡെക്സ് 0 ഇൻഡെക്സ് 1 ഇൻഡെക്സ് 2. അപ്പോൾ n തൊട്ട് റീഡ് ചെയ്യണം. n തൊട്ട് എത്ര ലെങ്ത് കൗണ്ട് റീഡ് ചെയ്യണം? 3 കൗണ്ട്. അപ്പം N, D, O എന്ന് പറയുന്നതായിരിക്കും റീഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഈ ക്യാരക്ടറിനെ ഫുള്ള് നമ്മൾ റീഡ് ചെയ്തു, എന്നിട്ട് ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതിൻ്റെ എത്ര ലൈൻ തൊട്ട് റീഡ് ചെയ്യണം? രണ്ടാമത്തെ ഇൻഡെക്സ് തൊട്ട് റീഡ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് കൗണ്ടിലായിരിക്കും? 0 എന്ന് പറയുന്ന കൗണ്ടിലായിരിക്കും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 0, 1, 0, 1, 2 എന്ന് പറയുന്ന ഏത് എലമെൻ്റാണ്? n തൊട്ട് എത്ര കൗണ്ട് റീഡ് ചെയ്യണം? 3 ആകുമ്പം N 1, D 2, O 3. അപ്പോൾ എന്താ? N, D, O എന്ന് പറയുന്നതായിരിക്കും നമുക്ക് റീഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 2 ആണ്, യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2. അപ്പോൾ n തൊട്ട് റീഡ് ചെയ്യണം. എത്ര കൗണ്ട്? 3 കൗണ്ട് റീഡ് ചെയ്യണം. അപ്പോൾ NDO എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. ക്ലിയർ ആയോ? അതിൻ്റെ എക്സാമ്പിളാണ്, അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ്. ഇവിടെ നോക്ക്, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ വേരിയബിളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം? ക്യാറും ഡിസ്പ്ലേ ചെയ്യണം. 0 ഇൻഡെക്സസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 4 വേർഡ്. 0 ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? W. 4 കൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? W, I, N, D വരെ. അപ്പം വിൻഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡായിരിക്കും നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അതെവിടെ സ്റ്റോർ ചെയ്യും? എസ്സിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എസ്സിനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്താ ഔട്ട്പുട്ടിൽ വരുന്നത്? വിൻഡ് എന്ന് പറയുന്നത്. 0 തൊട്ട് 4 കൗണ്ട്. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ദെൻ അടുത്തതാണ് ഈ ഒരു പ്രോഗ്രാമിൽ
സെയിം ആണ്, കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ഫാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തു. S1 നമ്മൾ ആ ക്യാരക്ടറിനെ റീഡ് ചെയ്ത് വെച്ചു. S2 S1 തന്നെ കോൾ ചെയ്യുകയാണ്. അപ്പം S1 ഇരിക്കുന്ന എന്താണ്? ഫാൻ തന്നെയാണ്. S2 പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫാൻ തന്നെയാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ S1 വിളിച്ചാലും S2 വിളിച്ചാലും എന്തേ വരത്തുള്ളൂ? ഫാൻ എന്ന് പറയുന്ന ഔട്ട്പുട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയോ? S1 വിളിച്ചാലും S2 വിളിച്ചാലും ഫാൻ എന്ന് പറയുന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് അടുത്തതാണ് സ്ട്രിങ് ബൈറ്റ് ബൈറ്ററേ. ബൈറ്റ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിനകത്ത് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബൈറ്റ്സിനെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. ബൈറ്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ബൈറ്റുകളെ നമ്മൾ ആസ്കി കോഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമുക്ക് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ആസ്കി വാല്യൂസ് ഇൻറ്റു ക്യാരക്ടർ, ആസ്കി വാല്യൂസിന് എന്താ നമ്മളുടെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസിന് അതിൻ്റെ ക്യാരക്ടർ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തിനെയാണോ നമ്മൾ വിളിക്കുന്നത് അതെന്ന് പറയുന്നത് അതിൻ്റെ ആസ്കി വാല്യൂസ് ആയിരിക്കും. ആ ആസ്കി വാല്യൂസിനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. ആസ്കി ബൈറ്റിൻ്റെ റേഞ്ച് എവിടെ തൊട്ടായിരിക്കും? -128 തൊട്ട് +127 വരെ ആയിരിക്കും. അപ്പോൾ 97 കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ? ഏതിൻ്റെ ആസ്കി വാല്യൂ ആണ്? 96. എ എന്ന് പറയുന്നതിൻ്റെ ആസ്കി വാല്യൂ ആണ് 96. ആസ്കി വാല്യൂസിൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഞാൻ തരാം, അല്ലെങ്കിൽ ആസ്കി വാല്യൂസിൻ്റെ ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 97ൻ്റെ ആസ്കി വാല്യൂ, എയുടെ ആസ്കി എ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ആണ് എന്താണ്? 97. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നതിൻ്റെ ആസ്കി വാല്യൂ ആണ് 98. അപ്പോൾ ഏത് വാല്യൂ ആണോ നമ്മളിവിടെ 97, 98, 99, 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ABCD ആയിരിക്കും. ബിക്കോസ് എന്താണ്? എയ്ക്കും ബിക്കും സിക്കും ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂസ് ആണ് 97, 98, 99, 100. സോ അതായിരിക്കും നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. എന്താണോ നമ്മൾ വേരിയബിൾസ് നമ്പേഴ്സ് കൊടുക്കുന്നത് ആ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അതിനെയാണ് സ്ട്രിങ് ഓഫ് ബൈറ്റ് അറേ എന്നും പറഞ്ഞ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? ദെൻ അടുത്തതാണ് സ്ട്രിങ് ബൈറ്റ് അറേ കോമ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും അതിൻ്റെ കൗണ്ടും, എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതും അതിൻ്റെ കൗണ്ടും. ഇപ്പോൾ ഇതിനകത്ത് എന്താണ് 65, 66, 67, 68 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് CDEF അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പം നമുക്കിവിടെ എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്? അപ്പം എന്താണ് നമുക്കിവിടെ വേണ്ടത്? എന്താ രണ്ടാമത്തെ ഇൻഡെക്സ് തൊട്ട് 4 കൗണ്ട്. രണ്ടാമത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏത് വരും? 0, 1, 2. അപ്പം എന്താ 67 തൊട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. 67 തൊട്ട് എത്ര വാല്യൂ വരണം? 4 വാല്യൂ വരണം. 4 വാല്യൂ എന്ന് പറയുന്നത് 66, 68, 69, 70 വരെ റീഡ് ചെയ്യണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്? CDEF എന്നും പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് ആണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ്. അപ്പം അത്രയും നമ്മൾ നേരത്തെ കഴിഞ്ഞതെല്ലാം നേരത്തെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി അടുത്ത പഠിക്കുന്നത്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നു, എത്ര ക്യാരക്ടർ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. പബ്ലിക് ഇൻറ്റ് ലെങ്ത് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. എന്നിട്ട് എന്താ ആ റിട്ടേൺ വാല്യൂ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്ത് എന്ന് പറയുന്ന വാല്യൂ എത്രയാണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ ജനറൽ സിഗ്നേച്ചർ എങ്ങനെയായിരിക്കും? പബ്ലിക് ഇൻറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പബ്ലിക് ഇൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ കോൾ ചെയ്താലും എന്തായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരേണ്ടത്. ക്ലിയർ ആയോ? സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് അത്രയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ്? പബ്ലിക് ക്ലാസ് എന്താണ് ലെങ്ത് എക്സാമ്പിൾ, എന്നിട്ട് S1 = ജാവ T-point, then S2 = Python. അപ്പോൾ രണ്ടാണ്, 2 സ്ട്രിങ് ആണ്. അപ്പം എന്താ സിസ്റ്റം ഡോട്ട് ഔട്ടോട്ട് സ്ട്രിങ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യും? സ്ട്രിങ് ലെങ്ത് ഈസ് S1ൻ്റെ ഡോട്ട് ലെങ്ത് എന്ന് കോൾ ചെയ്താൽ എന്താ S1ൻ്റെ ലെങ്ത് എന്താണ്? 10 ആണ്. അപ്പോൾ അത് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. സിസ്റ്റം ഡോട്ട് ഔട്ടോട്ട് പ്രിൻ്റ് എല്ലാം സ്ട്രിങ് ലെങ്ത് ഈസ് S2 ഡോട്ട് ലെങ്ത് വിളിച്ചു കഴിഞ്ഞാൽ S2ൻ്റെ ലെങ്ത് ആണ് Python ആണ്, PYTHON. അപ്പോൾ എത്രയാണ്? 6. അപ്പം 6 ആയിരിക്കും നമ്മൾ ആ ലെങ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെയാണ് സ്ട്രിങ് ലെങ്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. നോക്ക്, ഇവിടെയും സിമിലർ ആണ്. സിസ്റ്റം ഡോട്ട് നമ്മളിവിടെ റീഡ് ചെയ്തത് എന്താണ്? ജാവ T-point ആണ്. അപ്പോൾ അവിടെ എത്രയാണ് അതിൻ്റെ ലെങ്ത്? ഓൾറെഡി നമുക്കറിയാം 10 അതിൻ്റെ ലെങ്ത്. നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് സ്ട്രിങ് ഡോട്ട് ലെങ്ത് >0 ആണെങ്കിൽ. >0 ആണോ? ആണല്ലോ.
0യെക്കാട്ടിയും ഗ്രേറ്റർ ആണല്ലോ 10. സോ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യണം? സ്ട്രിങ് ഈസ് നോട്ട് എം ടി ആൻഡ് ദ ലെങ്ത് ഈസ് എന്തെന്ന് പറഞ്ഞ് കിട്ടണം? 10 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. സ്ട്രിങ് എന്താണ്? എം ടി അല്ല, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്ട്രിങ് ഡോട്ട് ലെങ്ത് എത്രയാണ്? 10 എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഈക്വൽ ടു സ്ട്രിങ് നോക്ക്, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് സ്ട്രിങ്ങിനകത്ത് ലെങ്ത് ഉണ്ടോ? ഇല്ല, 0 ആണ്. അപ്പം സ്ട്രിങ് ഈക്വൽ ടു 0 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിങ് ഈസ് എം ടി ആണ്, അതിൻ്റെ ലെങ്ത് എന്തോ ആണ്? 0 ആണെന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതാണ് ഈ ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചേക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് സ്ട്രിങ് കമ്പാരിസൺ നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.